സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നായയെ കുറിച്ചാണ്. ഈ നായകളെ പറ്റി ചിന്തിക്കുമ്പോൾ പിറകോട്ട് 60,000 മുതൽ 30,000 വർഷം വരെ കാലയളവിൽ ചാരച്ചെന്നായ്ക്കളുമായുള്ള സംസർഗം ഉണ്ടായിരുന്നു നായകൾക്ക്. പുരാതന കാലം മുതൽക്ക് ചെമ്മരിയാട്, പശു, പന്നി, കുതിര, കഴുത, എരുമ, ഒട്ടകം തുടങ്ങി വിവിധ തരം മൃഗങ്ങളെ മനുഷ്യൻ ഓമനിച്ച് വളർത്തി വന്നിരുന്നു. ചാരച്ചെന്നായ്ക്കളുടെ വംശത്തിൽ പെട്ടതായതുകൊണ്ട് അവയെ ആദ്യമൊന്നും അത്ര ഇണക്കാൻ പറ്റിയ മൃഗമായിരുന്നില്ല. ചാരച്ചെന്നായ്ക്കളുമായി ഭക്ഷണത്തിനുള്ള പോരാട്ടം കൊണ്ടോ അധ്വാനിക്കാതെ ഭക്ഷണം കിട്ടും എന്നുള്ള ചിന്ത കൊണ്ടോ നായകൾ ആദിമ മനുഷ്യരുമായി പെട്ടെന്ന് ഇണങ്ങി. മനുഷ്യൻ്റെ പല കഴിവുകളും നായകൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവർക്ക് അതിനുള്ള കഴിവ് ഉണ്ടാകാൻ കാരണം അവയുടെ തലച്ചോറിലെ ഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ ഡെവലപ്മെൻറ്റ് കൊണ്ടാണ്. അതുകൊണ്ടാണ് മനുഷ്യർക്ക് നായയോടും നായയ്ക്ക് മനുഷ്യരോടും ഇടപഴകുന്നതിനും സഹവർത്തിത്വം പുലർത്തുന്നതിനും കാരണമാകുന്നത്. പുരാതന മനുഷ്യൻ തൻ്റെ ഉപജീവന മാർഗം തേടി വ്യത്യസ്ത കാലാവസ്ഥയ്ക്കുള്ള സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുന്നതിനോടൊപ്പം അവരോട് കൂടെയുള്ള ഈ നായകൾക്കും ഒരുവിധം എല്ലാ കാലാവസ്ഥയിലും ജീവിക്കാനായ ശാരീരിക പൊരുത്തപ്പെടലുകൾ സാധ്യമായി തീർന്നു. അതിനാൽ ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും നായയെ കാണാനായി സാധിക്കും. നായയെ മനുഷ്യർ ഓമനിച്ച് വളർത്തുക മാത്രമല്ല, അവരെ വേട്ടയ്ക്ക് കൂട്ടായും കാവൽക്കാരായും ചെറിയ ഭാരം ചുമക്കാനായും തെളിവെടുപ്പ് നടത്തുന്നതിനായി ഭാഗമായി മറ്റും ഉപയോഗിക്കാറുണ്ട്. സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി ഇന്ന് വിവിധ ഇനം നായകൾ ലോകത്തിലുണ്ട്. ഈ നായകളുടെ ഉത്ഭവം ചാരച്ചെന്നായ്ക്കളുടെ പരിണാമത്തിൽ നിന്നായതുകൊണ്ട് പലപ്പോഴും ചില നായകൾ അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ മനുഷ്യരെ കടിച്ചു കീറുന്ന സ്വഭാവവും കാണിക്കുന്നു. ചെന്നായ്ക്കളുടെ പല്ലുകളുടെ ക്രമീകരണത്തിൽ നിന്ന് വലിയ തോതിലായി നായകളുടെ പല്ലുകൾ കടിക്കുന്നതിനുള്ള ശക്തി 1/3 കുറഞ്ഞിരിക്കുന്നു. ചെവികൾ താണു, വാലുകൾ വളഞ്ഞു, അന്നജം ദഹിപ്പിക്കാനുള്ള കഴിവ് കൈവന്നു. പേവിഷബാധകൾക്കുള്ള റാബിക്സ് വാക്സിൻ കണ്ടുപിടിച്ചതോടെയാണ് മനുഷ്യന് അല്പമെങ്കിലും നായയെ പേടിയില്ലാത്തത്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.